50 ദിവസമായി. 50 ദിവസം. എന്നിട്ടും ആൾക്കാർ എന്താണ് ഉള്ളിൽ ചെയ്യുന്നത്? എന്തായാലും നോമിനേഷൻ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നോമിനേഷനിൽ ഈ തവണ എനിക്ക് മനസ്സിലായി കുറെ പേര്, എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് സാബുമാൻ, ഒനീല്, ആര്യൻ, ഇവരൊക്കെ നോമിനേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞ റീസൺസ് വളരെയധികം അവർ ഈ ആൾക്കാരെ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. എസ്പെഷ്യലി അനീഷിന്റെ കാര്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അനീഷിന്റെ കാര്യം. അനീഷ് ഇന്ന് അതേ കാര്യം ചെയ്തില്ലേ നോമിനേഷനിൽ. ആദിലെ നോമിനേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല? സെയിം റീസൺ അല്ലേ രണ്ടുപേരും ചെയ്തത്. പക്ഷെ ഷാനവാസ് ഫ്രണ്ട് ആയതുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല. അതില് ഫ്രണ്ട് അല്ല, അതുകൊണ്ട് അതിലൂടെ ഓൾറെഡി ആ ഒരു വെസൽ ഇപ്പോഴും ഉണ്ടല്ലോ, ആ വെസൽ ഇഷ്യൂ ഒക്കെ. പറഞ്ഞാൽ കേൾക്കൂല, അതിലങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിലെന്നെ നോമിനേറ്റ് ചെയ്തു. പക്ഷെ സെയിം റീസൺ സ്വന്തം ഫ്രണ്ട് ചെയ്തിട്ട് പോലും അത് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇന്ന് നെവിൻ ശരിക്കും പറഞ്ഞ പുള്ളിക്കാരന് പ്രശ്നമുണ്ട്, അത് മനസ്സിലാവും. നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ മതി. സ്വന്തം ഒരു ആരോപണം കിട്ടുമ്പം, ഇപ്പൊ ഒനീലിലാണ് ആരോപണം കിട്ടിയിട്ട് ലാലേട്ടൻ അത് ഡിസ്കസ് ചെയ്തില്ലായിരുന്നെങ്കിൽ, വെറുതെ വിട്ടിരുന്നെങ്കിൽ ഒനീലിന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ല. അത് അങ്ങനെയാണ്. അപ്പൊ അതാണ് നെവീനുള്ള പ്രശ്നം. ഒന്നൊന്നും ഡിസ്കസ് ചെയ്ത് മോനെ നീ വിഷമിക്കണം, നീ ഒന്നും ചെയ്തിട്ടില്ല എന്നെങ്കിലും ലാലേട്ടൻ പറയും. പക്ഷെ അത് പറയാൻ പറ്റാത്തൊരു വിഷയമാണ്. എന്ത് ചെയ്യാൻ പറ്റും ആ വിഷയത്തിന്? അതാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ഉള്ള കുഴപ്പമുണ്ടാണല്ലോ. അതാണ് നെവീൻ ആയിക്കൂടെ ഡിപ്രസ്ഡ് ആണ്. അപ്പൊ നെവീൻ അവിടെ ഇരുന്നിട്ട് കത്തി ഷാർപ്പൻ ചെയ്യുന്നു. ഞാൻ ശരിക്കും പേടിച്ചിട്ടാ കണ്ടപ്പം. പക്ഷെ അങ്ങനെയല്ല, പുള്ളിക്കാരൻ അത് കത്തി ഷാർപ്പൻ ചെയ്തേ ഉള്ളൂ. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് പലരുടെയും നാക്ക് കണ്ടിക്കണം, കാരണം ഷാനവാസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പം അനീഷ് അവിടെ എന്തുകൊണ്ട് ചോദിക്കുന്നത് അറിയോ? ഷാനവാസ് അല്ലേ, മറന്നില്ലേ എന്ന്. ശരിക്കും അത് അറിയില്ല. അതൊക്കെ അതാണ് ഞാൻ ചോദിക്കുന്നത്. അനീഷിനെ അറിയാം. ആദിലെ നോമിനേറ്റ് ചെയ്തപ്പോ അനീഷിനെ അറിയാലോ ഒരാളെ ഇല്ലാത്ത കാര്യം തേജോവധനം ചെയ്തു എന്നുള്ളത്, അല്ലേ? ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുന്ന കാര്യമാണെന്ന് അറിയാലോ. എന്നിട്ട് പിന്നെ അപ്പൊ ഷാനവാസിന്റെ രീതിയിൽ വരുമ്പം അനീഷിന് അത് കാണാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കോംബോ വരുമ്പം പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകും. അതാണ്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? ഇനി നമുക്ക് നോക്കാം അനീഷ് എങ്ങനെ കളിക്കും. ഇനി 50 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒരു 60-65 ദിവസത്തിനുള്ളിൽ അനീഷ് വീണ്ടും കളിച്ചു തുടങ്ങിയ അനീഷിന് കൊള്ളാം. ഇനി ടാസ്കുകളൊക്കെ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ആൾക്കാര് ലാസ്റ്റ് ഒക്കെ ആവുമ്പോ ആൾക്കാര് ശരിക്കും പ്രതീക്ഷിക്കും കുറച്ചുകൂടിയൊക്കെ. ഒന്നുമില്ലാതെ ആകുമ്പോ ആൾക്കാർക്ക് ഒരു മട്ടിപ്പാവും, അല്ലേ? ഇപ്പൊ തന്നെ എപ്പിസോഡൊക്കെ ബോറാണ്. എന്താണ് അവാർഡില് നിങ്ങൾക്ക് ഏതെങ്കിലും അവാർഡ് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഒരു അവാർഡും കിട്ടാത്ത രണ്ടുപേരുണ്ടായിരുന്നല്ലോ, അല്ലേ? അഭിലാഷ്, ഞാൻ പറഞ്ഞില്ല, അഭിലാഷ് ഒന്നും കളിക്കുന്നില്ല. നൂറ് അതെ, ഒപ്പീനിയൻ ഇല്ല. അവരുടെ ആയിട്ടൊരു ഇഷ്യൂവോ അവരുടെ ആയിട്ടൊരു അഭിപ്രായമോ വ്യത്യസ്തമായിട്ട് നിൽക്കാനൊന്നും അവർക്ക് പറ്റിയിട്ടില്ല. അത് വലിയൊരു പരാജയമാണത്. ഒരു കണ്ടസ്റ്റന്റ് ബിബി ഹൗസിൽ വന്നിട്ട് നമ്മളത് ചെയ്യാൻ പറ്റില്ല, വലിയ പരാജയമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇന്നത്തെ നോമിനേഷൻസിൽ പലരും ചിലരൊക്കെ എനിക്ക് അറിയണം. നൂറയൊക്കെ അക്ബറിനെ മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, ബിന്നീനൊക്കെ മാനിപ്പുലേറ്റർ. ഞാൻ പറയുകയാണെങ്കിൽ അവരിന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങളാണ് ഇത് പറഞ്ഞു നടന്നത്, നിങ്ങൾ എന്താണ് ലാലേട്ടൻ എടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടായി കാണും എന്നൊക്കെ ബെന്നിയോടൊക്കെ അക്ബറിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് എന്ത് വിഷമം? അവരല്ല ഈ കേസ് കൊണ്ടുവന്നത്. ഷാനവാസും ആദിലും അല്ലേ ഇത് എടുത്തിട്ടത്. പിന്നെ അവരോട് പറയുന്നത് എന്തിനാണ്? അവരാണോ ഇത് തീ വെച്ച് കത്തിച്ചത്? അല്ലല്ല, ഷാനവാസൊക്കെ തന്നെയാണ് ഇത് തീ വെച്ച് കത്തിച്ചതും. നിങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ നെവീന് വിഷമം ഉണ്ടാവും, നെവീൻ ഉറപ്പായിട്ടും പറയും, ഒബ്വിയസ്ലി ആണ്. അപ്പം ഇത് എനിക്ക് മനസ്സിലായത് പലപ്പോഴും ഇവര് പറയുന്ന പല കാര്യങ്ങളും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷാനവാസ് പലതും പറഞ്ഞല്ലോ, നോമിനേഷനൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഷാനവാസിനെ കുറിച്ച് തന്നെയാണോ പറയുന്നതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ശരി, സത്യമായിട്ടും പുള്ളിക്കാരൻ പറയുന്ന പല വാക്കുന്ന പിന്നെ കഥകൾ ഉണ്ടാക്കുന്നു, മറ്റുള്ളവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കണം, പേര് ദോഷം വരുത്തുന്നു, ഇങ്ങനെയൊക്കെ ബിന്നിയെ കുറിച്ച് പറയുമ്പം ഞാൻ ആലോചിക്കും, ബിന്നി ചെറുത് ഷാനവാസ് അപേക്ഷിച്ച് നോക്കുമ്പോ ബിന്നി ഒന്നുമേ അല്ല, സത്യമായിട്ടും. അപ്പം എനിക്കിതൊക്കെ തോന്നുന്നുണ്ട്, തമാശയായിട്ട് തോന്നും ചില സമയത്ത്. ചിരിച്ചിരിക്കാം ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ആര്യം വന്നിട്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ആര്യം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ആര്യം പറഞ്ഞു അനീഷ് എന്ന് പറഞ്ഞാല് പണ്ട് എടുത്തു പറഞ്ഞു പുള്ളിക്കാരൻ സോളോ പ്ലെയർ ആയിരുന്നു, ഇപ്പൊ അല്ല.
അത് കേട്ടിട്ടെങ്കിലും അനീഷിന് എന്തെങ്കിലും തോന്നുമോ? എന്തെങ്കിലും ചേഞ്ച് സാബുമാൻ പറഞ്ഞു, സാബുമാൻ എന്നുള്ള വ്യക്തി പറഞ്ഞു. അപ്പം ഇത് കേട്ടിട്ടെങ്കിലും അനീഷ് മാറിയാൽ മതിയായിരുന്നു. അതാണ് സത്യം കേട്ടോ. എനിക്ക് ശരിക്കും അനീഷ് ഒന്ന് കളിച്ചിട്ട് കൊള്ളുന്നുണ്ട്. ഒറ്റയ്ക്ക് കളിക്കണം, എനിക്ക് ആ ഒറ്റയ്ക്ക് കളിക്കുന്ന അനീഷിനെ കാണാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ജിസലിനൊക്കെ ഫോർ ഷുവർ എല്ലാവരും എന്തേ പറഞ്ഞിട്ടായിരിക്കും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫുഡിന്റെ ഇഷ്യൂ, ജിഷിനും അതെ, ജിഷിനൊക്കെ നല്ല വോട്ടിട്ടുണ്ട്, 5. ഫുഡിന്റെ ഇഷ്യൂ തന്നെയാണ്. ഫുഡ് ഇഷ്യൂ ഉണ്ടാക്കി അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. ചെറിയ കാര്യം എടുത്ത് വലിയ കാര്യമൊക്കെ, അവരൊക്കെ ഗെയിം അതാണ്. ഒരു നല്ലൊരു ഗെയിമോ ഒന്നും കളിക്കാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പൊ നോമിനേഷൻസിൽ എന്തായാലും കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ ആരൊക്കെ? ആര്യൻ, ജിസേൽ, ഷാനവാസ്, ആദില, അബി, ലക്ഷ്മി വന്നിട്ടുണ്ട്, ബിന്നി വന്നിട്ടുണ്ട്, അനീഷ് വന്നിട്ടുണ്ട്, ജിഷിന് വന്നിട്ടുണ്ട്. പിന്നെ രക്ഷപ്പെട്ടത് നൂറ രക്ഷപ്പെട്ടു. പിന്നെ ഒനീലില്ല. ഒനീൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇത്തവണ ഇല്ല. നൂറ എന്തായാലും, നൂറയ്ക്ക് ആ പവർ കിട്ടി. നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് അക്ബറിനെയാണ്. അക്ബറിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ പറയുന്ന മാനിപ്പുലേറ്റർ എന്നാണ്. അക്ബറൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊന്നും ചെയ്യുന്നില്ല. ശരിക്കും ഭയങ്കര മാനിപ്പുലേഷൻ ഒന്നും അവർ ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഫുൾ മാനിപ്പുലേഷനും കുറെ പ്രശ്നങ്ങളൊക്കെ ഇവരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതാണ് പുറത്തുനിന്ന് നോക്കുമ്പോഴല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല. ഇതില് വെസൽ ടീമിനൊക്കെ അവർ ഡിവൈഡ് ചെയ്തു. പിന്നെ അതിൽ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. കുറച്ചൊക്കെ നമുക്കൊക്കെ ഇഷ്ടം തോന്നും, പക്ഷെ ഓവർ ആവുമ്പോണ്ടല്ലോ അത് വല്ലാതെ ഒരു വേറൊരു ഫീലാണ് വരിക. നമുക്ക് വെസൽ ടീമിലെ ക്യാപ്റ്റനൊക്കെ ആയി കഴിയുമ്പം ഒന്ന് കേട്ടൂടെ? അനീഷ് പറഞ്ഞ എന്താ കേൾക്കാത്ത? കേട്ടാ എന്താ കുഴപ്പം? അത് ക്യാപ്റ്റൻ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യുക, എനിക്കത് അറിയില്ല. എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതൊക്കെ ആ ഗെയിമൊക്കെ എടുത്ത് കളാ, എന്നിട്ട് നല്ലൊരു ഗെയിം കളി. ശരിക്കും ആൾക്കാരായിട്ട് ശരിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുക, അല്ലാതെ ഇങ്ങനത്തെ ചീള് കേസും ഇങ്ങനത്തെ ക്യാപ്റ്റൻ അഗെയിൻസ്റ്റ് ഒക്കെ കളിക്കാൻ ഇതൊക്കെ ആർക്കാ പറ്റാത്ത? വെസല് വാശിയില്ല, അവിടെ എല്ലാവരും ജോലി ചെയ്യില്ല, കുക്ക് ചെയ്യില്ല എന്ന് പറയുന്ന ആർക്കാ പറ്റാത്ത? അതെല്ലാവർക്കും പറ്റും. അപ്പൊ ബിഗ് ബോസ് വരുന്ന എല്ലാവരും ഈ ഗെയിം കളിച്ചാൽ മതിയോ? ഇതാണോ ഗെയിം? ഇതല്ല ഗെയിം. നിങ്ങൾ ആക്ച്വൽ ഗെയിം കളിക്കും. ഇനി 50 ദിവസമായിട്ടും കളിക്കാനില്ല. ഇനി നാളെ നോക്കാം. നാളെ ബോട്ടിൽ ഫാക്ടറി വരുമ്പം എന്തെങ്കിലും കളിക്കോ ആവോ, അറിയില്ല. പിന്നെ ഉള്ള അടുത്തൊരു ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനും ജെസിലും തമ്മിലുള്ള, അവരെപ്പോഴും ഒരുമിച്ചാണ്, അതറിയാലോ. ആര്യൻ അടിമയാണെന്നുള്ളത് പലരും സ്ഥാപിച്ചിട്ടുണ്ട്, അബിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ആര്യൻ എന്തിനാണ് ജിസലിന്റെ ജോലിയൊക്കെ ചെയ്യുന്നത്? ജിസലൊന്നും ചെയ്യത്തില്ല. അപ്പൊ ജിസലിനായിക്കൂടെ ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം തിന്നുക, ഭക്ഷണം ഉണ്ടാക്കുക, ഇത് അത്രേ ഉള്ളൂ. ഭക്ഷണം തിന്നുക, പനീർ വരാ, ഭക്ഷണം വയ്ക്കുക, റൊട്ടി ഉണ്ടാക്കുക. അതിനാണോ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെയാണോ നിങ്ങൾ ഗെയിമായിട്ട് കളിക്കുന്നത്? ദയവ് ചെയ്ത് ഗെയിം കളിക്കൂ. ഇത്ര ബോറിങ് സീസൺ കേട്ടോ, ഭയങ്കര ബോറിങ് സീസണാണ്. ഒരു ബോറിങ്, അയ്യോ, 50ാമത്തെ എപ്പിസോഡായിട്ടാണ് ഇത്ര ബോറിങ്. എന്ത് ചെയ്യാനല്ലേ? ലൈവൊക്കെ ഫുൾ ടൈം കണ്ടിരിക്കുന്നവരുണ്ടല്ലോ, സമ്മതിക്കണം. എനിക്ക് പിന്നെ ജോലിയുണ്ട്, ജോലി കഴിഞ്ഞിട്ടാണ് ഞാനീ വന്ന് റിവ്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ എപ്പിസോഡ് കാണുമ്പോൾ ഞാനിരിക്കും, അയ്യോ ഇത് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് തോന്നിച്ച സമയത്ത് എപ്പിസോഡ് കാണുമ്പോൾ. പിന്നെ വെസൽ ടീമിന്റെ അടിയും പിടിയും ഒക്കെയാണ്. അവിടെ വാശിയില്ല. ജിഷിന് എന്താണ് വാശി ചെയ്താല്? ജിഷിനൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ക്യാപ്റ്റൻ എടുത്തത്, വന്നിട്ട് ബാക്കി ഡിവിഷനൊക്കെ ചെയ്തത് അല്ലേ? അന്നപ്പോൾ രാവിലത്തെ അവർ ചെയ്യേണ്ടതാണ് ജിഷൻ എന്നൊക്കെ പറഞ്ഞ് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാവിലെ ഇല്ലല്ലോ, അപ്പൊ ഇവർക്ക് ചെയ്തുകൂടെ? അപ്പൊ ഇതൊക്കെയാണ് അവരുടെ കണ്ടന്റ്. ദാറ്റ്സ് വാട്ട്. ഈ കണ്ടന്റ് ആണോ നിങ്ങൾക്ക് കാണേണ്ടത്? പറയും. എനിക്ക് ഈ കണ്ടന്റ് ഒന്നും കാണണ്ട. വെസൽ വാശിയില്ല, ഞാൻ അലക്കൂല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കൂല, മോഷ്ടിക്കും, ഇതൊക്കെ ആർക്ക് കാണണം? ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതാണോ? അങ്ങനെയാണോ ബിഗ് ബോസിന്റെ കണ്ടന്റ് സ്റ്റാൻഡേർഡ് വരേണ്ടത്? അല്ല. അപ്പം ഇതൊക്കെയുള്ളൂ. പിന്നെ ഫിലിം പ്രൊമോഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അർജുനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ അറിയാലോ, പഴയ കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അർജുൻ എനിക്ക് പണ്ട് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ. അത് മീൻസ് ഒരുപാടൊന്നും പുള്ളിക്കാരൻ കളിച്ചിട്ടില്ല, പക്ഷെ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് പുള്ളിക്കാരൻ കളിച്ചതായിട്ട് തോന്നുന്നു. ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും അർജുനൊക്കെ നന്നായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. അർജുൻ അടിപൊളിയായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ പുള്ളിക്കാരനാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ സീസണിൽ ആരാണ് മര്യാദക്ക് കളിച്ചിട്ടുള്ളത്? കളിച്ച രണ്ടുപേരും നെഗറ്റീവ് ആവുകയും ചെയ്തു. അതാണ് നമ്മുടെ ജാസ്മിനൊക്കെ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവര് നല്ല ഗെയിമേഴ്സ് ആയിരുന്നു. ഗബ്രിയൊക്കെ കോംബോ പിടിച്ച് നശിച്ച ആൾക്കാരാണ് അവരൊക്കെ. കോംബോ എടുത്ത ഒറ്റയ്ക്ക് കളിച്ചിരുന്ന ഗബ്രിയൊക്കെ നല്ലോണം സംസാരിച്ചൊക്കെ പറ്റുമായിരുന്നു. ആ സംസാരിച്ചൊക്കെ നിന്ന് പയ്യനാണ് പോയത്. എന്താ ചെയ്യാല്ലേ, നമ്മൾ കളിക്കുക. അതന്നെ റെനയുടെ ഒക്കെ ഇന്റർവ്യൂ കേട്ട രവണ പറഞ്ഞില്ലേ, റെനയ്ക്ക് തന്നെ റിയലൈസേഷൻ വന്നു, പക്ഷെ വൈകിപ്പോയി.
വന്നു. അവർക്ക് മനസ്സിലായി കളി ഞാൻ സേഫ് ഗെയിമിലേക്ക് പോകുന്നുണ്ട്, ഞാൻ ഒരു ഗ്രൂപ്പിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി വന്നപ്പോഴേക്കും ഗെയിം മാറ്റാനുള്ള സമയമില്ല. ഈ ദിവസങ്ങൾ പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കളിച്ചില്ലെങ്കിൽ ഈ കിട്ടുന്ന ചാൻസ് ഒന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ അനീഷോടും പറയുന്നത്. അനീഷ് കളിക്കുക. അനീഷ് ഒരു 5 കൊല്ലം പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് വിന്നർ ആവാനല്ലേ വന്നത്? ടോപ്പ് 5ലും ടോപ്പ് 7ലും കയറാനാണോ വന്നത്? ടോപ്പ് 10ലൊക്കെ കയറിയിട്ട് എന്താ കാര്യം? വിന്നറായി പോകണം. ആ വിന്നർ ആവാനുള്ള ശ്രമത്തിൽ അനീഷ് പെട്ടുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ചിലപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ, ചിലപ്പോൾ പുറത്ത് വന്നാലോ, ഇനി എവിടെ നിന്നെങ്കിലും ന്യൂസ് കിട്ടിയിട്ടെങ്കിൽ പുള്ളിക്കാരൻ മാറ്റി കളിച്ചാലോ, നോക്കാം. പിന്നെ അനുവിൻ്റെ ഗെയിം ഒന്നുമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അനു ഭയങ്കരമായിട്ട് സൈലന്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. പ്ലാച്ചിനൊന്നും കാണുന്നില്ലല്ലോ, തിരിച്ചടിയുടെ പ്ലാച്ചിനൊന്നും വേണ്ടേ? സീനിലേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പ്ലാച്ചിന്ന് വലിയ കാര്യമായിട്ടൊന്നും വരത്തില്ല. ഇനി പുള്ളിക്കാരിക്ക് അറിയാം അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ മനസ്സിലാക്കി, നെഗറ്റീവ് അടിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി കളിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി നോമിനേഷൻ കഴിഞ്ഞു, ഇനി നാളെ ടാസ്ക് വരട്ടെ. ടാസ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ കളിക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഉറക്കം തൂങ്ങാതെ കാണാൻ പറ്റണേ. വൈകുന്നേരമൊക്കെ വന്നിട്ട് ഞാനൊക്കെ വന്ന് കാണാൻ, ശരിക്കും ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കാണുമ്പം ഒരു എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ നോക്കുന്നത്. പക്ഷെ ഒന്നുമേ ഇല്ല, കഷ്ടം. അപ്പം നമുക്ക് നോക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമൊന്നും ഞാൻ കണ്ടില്ല. എല്ലാവരും അവിടെ ഫുഡിൻ്റെ കാര്യം, നോമിനേഷൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇത്തവണ നോമിനേഷൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ഓപ്പൺ നോമിനേഷൻ വരുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ട്. പക്ഷെ എന്നാൽ ആ ഒരു ഫയർ ഇല്ലടാ, ഫയർ ഇല്ലാത്തൊരു സീസണായിപ്പോയി. ഏണ്ട പണി എന്ന് പറഞ്ഞിട്ട് പണി കൊടുക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊരു എഫക്റ്റ് ഒന്നും കണ്ടസ്റ്റൻസിനൊന്നും കിട്ടുന്നില്ല. അപ്പം ശരി, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും ഉഗ്രനായിട്ട് നടക്കട്ടെ എന്ന് പറയാൻ, റിവ്യൂ പറയാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ. ആൾക്കാരെ ഒപ്പീനിയൻ പുറത്ത് വരട്ടെ. കുറച്ചും കൂടി നന്നായിട്ട് ഗെയിമൊക്കെ അവർ കളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ, അതുവരെ ബൈ, ഗുഡ് നൈറ്റ്.